ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ രാവിലെ വെണ്ണപ്പഴം പറിക്കുകയാണ് കേട്ടോ. ഇനിയപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വെണ്ണപ്പഴത്തിൻ്റെയൊക്കെ ഇപ്പോൾ വില കുറയും. അപ്പോൾ അച്ഛനമ്പലയിൽ വിളിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത വില ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയായി കഴിഞ്ഞാൽ ഫുള്ള് കൊഴിഞ്ഞ് താഴെ വീടും, അപ്പോൾ വെറുതെ ആയിപ്പോവില്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 2 പറിച്ചു. ബാക്കിയും കൂടി എനിക്ക് എത്തുന്നൊക്കെ ആയിരുന്നു പറിക്കാനുണ്ട്. ഓ, ബാക്കിയുള്ളൊക്കെ അച്ഛൻ മരത്തിൽ കയറി പറിക്കുന്നുണ്ട്. മീമിയാ എലിയോ? അവരാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറിച്ചു വെക്കുക, ഇവിടുത്തെ വലിച്ചെറിയാം. ചീച്ചി അത്ര എന്നിട്ട് മുറ്റത്തിൽ കയറില്ല, അവൻ്റെ പണി റോട്ടിൽ കയറിയാണ് ഇല്ലേ? അടി വേണ. ചിട്ട് ഇന്നലെ കമ്പിളിക്കാരെന്താ പറഞ്ഞേ? കത്തിക്കാരൻ വന്നോ? അപ്പൊ നിച്ചു എന്താ പറഞ്ഞേ? എന്താ സാധനം എടുത്താ? ചവിട്ടാൻ പാടില്ലേ, കഴിക്കാനുള്ളല്ലേ? എടുക്കത്. എന്താ അത്? അത് കൈ പിടിച്ച് കാണിച്ചു കൊടുക്ക്. എടുക്ക്, കയ്യിലെടുക്കേ. മങ്കിയോ? അതെന്താ സാധനം? ഓ, ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ പരിപാടികൾ. നേരെ പോയത് ആ വെണ്ണപ്പഴം എടുത്തിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് വരണം കേട്ടോ. ഗേറ്റിൻ്റെ അങ്ങോട്ട് എത്തിയില്ല, അപ്പോഴേക്കും ഞാൻ പിടിച്ച് കൊണ്ടുവച്ചേ. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പല്ല, ഒരു 3 ടൈപ്പുള്ള വെണ്ണപ്പഴം ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നിച്ചുവിൻ്റെ കയ്യിൽ കണ്ടില്ലേ ആദ്യം ആ ഒരു അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നീണ്ടു വന്നിട്ട് പിന്നെ ഇങ്ങനെ അടിയിലേക്ക് ഉണ്ട പോലെ നമ്മളൊരു ബലൂണിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെ വന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് വേറൊരു ഒരു വലിപ്പമുള്ള സൈസാണ്, നല്ല വലിപ്പം ഉണ്ടാകും. അധികം കായയില്ലായിരുന്നു ആ മരത്തിൽ, ആകെ ഒരു 4-5 കായയുള്ളൂ. പക്ഷേ ഉള്ള വെണ്ണപ്പഴത്തിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പറിക്കണ സമയത്ത് നിച്ചുവിന് ഉള്ളിൽ നിന്നിട്ട് സമാധാനമല്ല, അവനും പറമ്പിലേക്ക് തന്നെ വരണം. അപ്പോൾ കുറേ നേരം വന്നപ്പോൾ കുറച്ച് നല്ലോണം കൊതുകടി ഉണ്ട്. പോകുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറ്റി വിടും, പിന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ അച്ഛൻ ഇങ്ങനെ ഒരു നെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ നെറ്റിന് 100 രൂപ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആ ഒരു കമ്പ് നമ്മൾ കെട്ടിണ്ടാക്കണം, ജസ്റ്റ് ആ ഒരു വല പോലത്തെ ഇല്ലേ നമ്മളിങ്ങനെ ആ കൊളുത്തി വലിക്കണത്, ആ സംഭവത്തിന് 100 രൂപ കേട്ടോ. നമ്മൾ പണ്ട് ഇതേപോലെ ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കമ്പി ചുറ്റി വളച്ചിട്ട് അതിലിങ്ങനെ ഒരു തുണി കെട്ടിയിട്ട് അടിയിലും കൂടെ കെട്ടിട്ട് വെക്കും. അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒന്ന് മേടിച്ചൊന്ന് മാത്രം. അപ്പം കുറേ പറിച്ചു കൊടുത്തു കേട്ടോ. അവർ ആദ്യം പറഞ്ഞു ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തം പറിക്കേണ്ട, പകുതി പറിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മൾ പകുതി പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ തന്നെ ഉണ്ട് ഒരു 75 കിലോൻ്റെ മേലേറ്റം അന്നത്തെ ദിവസം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാനായിട്ട് അച്ഛൻ ആ ഒരു കൊളുത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് താഴേക്ക് ഇങ്ങനെ എറിഞ്ഞ നാശമായി പോവില്ലേ. അപ്പോൾ ഇതേപോലെ കുരുമുളക് ഉറക്കില്ലേ, നമ്മൾ കുരുമുളക് ഉറക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, സഞ്ചി ബേക്കിൽ കെട്ടിയിട്ട് അങ്ങനെ പോയി പറിക്കുക ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് പറിച്ചിടും. കുരുമുളക് അങ്ങനെയില്ല. അപ്പോൾ ഇതേപോലെ അച്ഛൻ നെറ്റ് കിട്ടുന്നത് ആ ഒരു പാത്രമല്ല, മുണ്ടിലേക്ക് ഇങ്ങനെ പറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു തവള ഉണ്ടോ, ഇത് ആ പണ്ടത്തെ തവളയാണ് അറിയില്ല കേട്ടോ. ഒരു കുഞ്ഞിത്തവള ഉണ്ടായിരുന്നതാണ്. ആ തവള വളർന്നിട്ടായിരിക്കണം ഇത്ര വലുതായി. ഞാനിങ്ങനെ ഇത് ഗപ്പീനെ കഴിക്കുക വെച്ചിട്ട് അതിനെ പിടിച്ച് അങ്ങ് ദൂരേക്ക് വലിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം സെയിം സാധനം മോടെ തന്നെ വന്നിട്ടുണ്ട്. അതിനെ വലിച്ചിട്ടുണ്ടോന്നൊരു കാര്യമില്ല. പിന്നെ കുറച്ച് വെണ്ണപ്പഴമൊക്കെ ഇതേപോലെ പഴുത്ത് താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിടയ്ക്ക് പറഞ്ഞില്ലേ ഈ ഫുള്ള് മഴയായതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നാശമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് വീണതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 2 ദിവസത്തെ ഗ്യാപ്പിൽ വീണതാണ്. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ടുവന്നു, കുറച്ച് അമ്മയും കൊണ്ടുപോയി. എന്നിട്ട് വൈകുന്നേരം ആവുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വേറെ ഫുഡ് കഴിക്കാണ്ട് ഇത് കഴിക്കും. ഇങ്ങനെ ഷേക്ക് അടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുക ചെയ്യുക. നിച്ചോട്ടും കഴിക്കില്ല, ഏട്ടനുള്ളപ്പോൾ ഏട്ടനും ഞാനും കൂടെ അതങ്ങനെ ജ്യൂസാക്കി കഴിക്കും കേട്ടോ. ചില മരം അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പറക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അച്ഛൻ മരത്തിലൊക്കെ കയറുന്ന ആളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതൊക്കെ കയറി പിന്നെ ഈ കൊക്കയുള്ളതും കൊണ്ട് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പറിച്ചു. പിന്നെ അപ്പോഴാണ് കുറച്ച് മാങ്ങകൾ ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്തു കേട്ടോ. ഇത് മൊത്തം പറിച്ചില്ല, ഇത് ശരിക്കും എളോർ മാങ്ങയാണ്. നല്ല രുചിയുള്ള മാങ്ങയാണ്. നല്ല അങ്ങനെ കറുമുറാന്ന് കഴിക്കില്ലേ, ആ ഒരു ടൈപ്പിലാണ്. അച്ഛമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാങ്ങ കൂടെയാണ് അത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല പുഴുക്കേട് കൂടുതലുണ്ടാകുന്നൊരു മാങ്ങയാണ്. പണ്ട് മുതലേ ഒരു പുഴുക്കേട് കാണാറുണ്ട്, പൊതുവേ അതിൻ്റെ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, നല്ലോണം വെള്ളം എടുക്കണതിൽ മൊത്തം പുഴുവായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വശത്തെത്തിക്കാൻ ചിലപ്പോൾ ഒരു വശം കിട്ടും, ബാക്കി വശം പുഴു, അങ്ങനെയല്ലേ. അങ്ങനെ ഒരു അത്ര ഭയങ്കരമായിട്ട് കേട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു,
ഈ മാങ്ങ പറിച്ചെടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ വേഗം മുക്കിയിട്ട് തുടച്ചെടുത്തിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ മുക്കി തുടക്കേ, അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 മാങ്ങ അങ്ങനെ പറിച്ചെടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ നന്നാവുകയാണെങ്കിൽ ബാക്കിയും കൂടെ പറിച്ച് വെക്കാമല്ലോ. ഈ മരത്തിൽ നിന്നൊക്കെ ഉണ്ടാവണ തന്നെ ഇങ്ങനെ വീഴുമ്പോഴേക്കും ഒക്കെ ഇങ്ങനെ കുറച്ചൊന്നല്ല കേട്ടോ, നല്ല രീതിയിൽ പുഴുക്കളുണ്ട്. പക്ഷെ നല്ല രുചിയുള്ള മാങ്ങയാണ്. ഏട്ടൻ്റെ ഒരു ബാങ്കിൽ സ്റ്റാഫ് ഏട്ടത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മാങ്ങ നാട്ടിൽ നിന്നാണ്, മുക്കത്തുനിന്ന് കേട്ടോ. അത് കൊണ്ടുവന്നപ്പോൾ പുഴുക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മാങ്ങയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ എന്താ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, മാങ്ങ എന്തായാലും പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേയൊക്കെ പറിച്ചെടുത്ത് ഇതേപോലെ കൊണ്ടുവച്ച് ചാക്കിലാക്കി വെക്കുകയാണ് കേട്ടോ. അത് അവരെന്തായാലും അവിടെ പോയി തരംതിരിക്കുന്ന പറഞ്ഞു, പക്ഷേ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ചിലതൊക്കെ ഓരോ സൈസേ, നമ്മൾ കൊണ്ടുപോയതൊക്കെ ഒരു മീഡിയം സൈസ് ഉള്ളതായിരുന്നു. ഈ നല്ല വലിപ്പമുള്ളതിന് വില കൂടുതലുണ്ട്, ഇതിനെക്കാട്ടും ചെറുതൊക്കെ ആണെങ്കിൽ തീരെ വില കുറയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കച്ചവടക്കാരുടെ ചില തന്ത്രങ്ങളാണല്ലോ അങ്ങനെയൊക്കെ. ഈ കൊല്ലൊക്കെ വാഴപ്പഴമൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ തീരെ വില കിട്ടില്ല, പക്ഷെ നമുക്ക് മേടിക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനെ കണ്ടോ, പല സൈസിലുള്ള ഏകദേശം ഈ നീണ്ട ടൈപ്പ് ഉണ്ടല്ലോ, അതിനിത്തിരി വലിപ്പം പൊതുവേ കൂടുതലുണ്ട്. എന്നാലും എല്ലാം തന്നെ ഏകദേശം ഒരു ടൈപ്പിൽ വരുന്നതാണ്. പിന്നെ ഒരു മരത്തിലുണ്ടായിരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കായകളുണ്ട്, അത് ആയിട്ടില്ല. അപ്പം അത് നമ്മൾ അങ്ങനെ വെച്ചിരിക്കാം കേട്ടോ. അച്ഛൻ ആയിരി കയറി പറിച്ച മരം ഉണ്ടല്ലോ അതിലുള്ളത്. ഇപ്പോൾ ഇതാ പിന്നെ കൊണ്ടുപോകാനായിട്ടൊക്കെ വണ്ടിയിലാക്കി വെക്കുക. ആർക്കാടാ കൊടുക്കണേ? ആർക്കാ കൊടുക്കണ വെച്ചിട്ട് സാധനം ലിപ്സ്റ്റിക്കുകളാണ് കാണുന്നത് കേട്ടോ. അതായത് കുറച്ച് ന്യൂഡായിട്ടുള്ള ഷെയ്ഡും ഉണ്ട്, അതേപോലെ തന്നെ ഇനി ബ്രൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവേ എനിക്കൊരു ഓറഞ്ച് അങ്ങനത്തെ ടെറാക്കോട്ട ഷെയ്ഡൊക്കെയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയുള്ള കളേഴ്സും ഇത്തവണ മേടിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ലിപ് കളറാണ്. ഇത് ഏകദേശം ഒരു ഇങ്ങനെ ഷെയ്ഡ് വരുന്നത് ബെറീസ് ഓൺ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. 22 കേട്ടോ, അതാണ് 28, അതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. കറക്റ്റ് ഒരു ആ ഒരു ഓറഞ്ച് ബ്രൗൺ അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ ഭയങ്കര ബോറായി പോയല്ലോ തോന്നുന്നു, പക്ഷേ ഇട്ടപ്പം കുറച്ചും കൂടെ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കില്ല, ഒരു പിങ്കിലേക്കൊക്കെ ആയിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആ ഒരു ഷെയ്ഡാണ്. ഇതല്ലെങ്കിൽ ഇതിൻ്റെ വേറെ വേറെ കളേഴ്സ് വരുമല്ലോ, അതാണ് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ചേർന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത 108 രൂപയുള്ളൂ. അതെനിക്ക് ഭയങ്കര 103, 108 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. ആ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ നന്നായിട്ട് കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക്, ഈ ഒരു ലിപ്സ്റ്റിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഇവിടെ പരക്കണില്ല കേട്ടോ. സാധാരണ എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെയാണ് ഞാൻ എപ്പോഴും മേടിക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുക. മിക്കവാറും അല്ലാണ്ട് ക്രീമി ടൈപ്പിലൊക്കെ മേടിക്കുന്ന സമയത്ത് അധികം നേരം ലാസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു കളേഴ്സൊക്കെ അടിപൊളിയാണ്. ഡെയിലി വെയറിന് നമുക്കൊരു നല്ല ന്യൂഡായിരിക്കും എപ്പോഴും ചേരുക. ഇപ്പോൾ ഷുഗറിന് തന്നെ ഈ ഒരു സിമ്മർ ബ്രൗണ്, അതേപോലെ തന്നെ നമ്മുടെ ഗിവ് മീ മോച്ച് ഉണ്ട്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോച്ച്, അങ്ങനത്തെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എന്തായിരുന്നു ബേജ് ടർണർ, ഷുഗറിൻ്റെ ബേജ് ടർണർ, അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ സ്ഥിരം ഷെയ്ഡുകൾ കേട്ടോ. അടുത്തൊരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മുടെ ഷുഗറിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് 03 റസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നത്തിങ് എൽസ് മാറ്റർ ലോങ് വെയർ ലിപ്സ്റ്റിക്കാണ്. ഇതും ഇടാൻ നല്ല കംഫർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. പ്ലസ് അവോസ് എന്ന് പറയുന്നുണ്ട്, എൻറിച്ച് വിത്ത് വിറ്റാമിൻ ഇ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിലും വേറെ ബ്രൗൺ അതേപോലെ തന്നെ നല്ല ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ്. അയ്യോ എനിക്ക് പറ്റിപ്പോയല്ലോ എന്ന് തോന്നിയൊരു കളറാണ്. കാരണം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കളറാണ്, എനിക്ക് ചേരാത്ത കേട്ടോ. ഓരോ ലിപ്സ്റ്റിക്കിന് ശരിക്കും ഭയങ്കര പ്രത്യേകത ഉണ്ട്. ഇപ്പം ഓരോരുത്തരിടുന്ന സമയത്ത് ഓരോ ലിപ്സ്റ്റിക്കിനും ഓരോ കളറായിരിക്കും. നമുക്ക് ആ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് ശരിക്കും നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ തന്നെ മുഖത്തിന് മാറ്റം വരും കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് ചേരാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു വാഷ് ഔട്ട് ആവുന്ന പോലത്തെ ഒരു കളർ തോന്നില്ലേ, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഈ ഒരു ടൈപ്പിലാണല്ലോ വരുന്നത്. നമ്മൾക്ക് എന്താ പറയുക ക്രയോൺസ്, ലിപ് ക്രയോൺ പോലെയാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഷുഗറിൻ്റെ ഏതായിരുന്നു ഷെയ്ഡ്, രണ്ടും ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷെയ്ഡ് ഉണ്ടല്ലോ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കിയപ്പം ആ ഒരു രസം കിട്ടുന്നുണ്ട് കേട്ടോ കളറ്. പക്ഷേ അല്ലാണ്ട് ആ ഒരു കളർ മാത്രം ഇടുന്ന സമയത്ത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് വേറെ ഏതെങ്കിലും കളർ നോക്കിയാൽ മതി. അതുമല്ല പൊതുവേ എനിക്കൊരു എന്താ പറയുക പിങ്ക് അങ്ങനത്തെ ആ ഒരു കളർ എനിക്കിങ്ങനെ അങ്ങോട്ടൊന്നും ചേരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കിന് ഏകദേശം റേറ്റ് വരുന്നത് 341 രൂപയാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് മാൾസിൻ്റെ ഒരു കോംബോയിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിൽ ആദ്യത്തെയാണ് കോംബോയിൽ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു എലഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു
പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യും. അങ്ങനെ തന്നെ ഭയങ്കര പക്കാ ന്യൂഡ് എന്നുള്ള ഷെയ്ഡാണ്. 134 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയൊരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഡ്രീം ചേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ആ ഒരു റോസ് ആ ഒരു പിങ്ക് കളറിലാട്ടോ അങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ട് ഒരു 04 ഇൻസ്റ്റൻറ്റ് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറുണ്ട്. അതെനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കളറ്. മൂന്നും കുഴപ്പമില്ല. ഇതിൽ തന്നെ നമുക്ക് വേറെ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോംബോയിൽ ഈ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ആണെങ്കിൽ ഇപ്പം റെഡ് ആൻഡ് മെറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലം, പിന്നെ ബ്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇതിലുണ്ട്. അതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളേഴ്സ് ആയിരിക്കും കിട്ടുക കേട്ടോ. നല്ല 334 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ പുതിയ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓഫറുള്ള സമയത്ത് നോക്കി മേടിച്ചാൽ മതി. എന്തായാലും നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ബൈ.